ഗൈസ്, നമ്മളിപ്പം നിൽക്കുന്നത് വർക്കല ക്ലിഫിലാണ്. വർക്കല ക്ലിഫിൽ അത്യാവശ്യം ഇപ്പോൾ ആൾ കുറവുണ്ട്. ഈ ഒരു ടൈമിൽ ഇതിപ്പോൾ ഉച്ച ടൈമാണ്. ഒരു 3-3:30 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിൽ ആളാണ്. പാർക്കിങ്ങാണ് ഇപ്പോൾ കാണുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആളുകളുണ്ട്. അത്യാവശ്യം വ്യൂവും കാര്യങ്ങളുണ്ട്. വർക്കല ബീച്ചിലിപ്പം അത്യാവശ്യം വ്യൂവും കാര്യങ്ങളും കാണാൻ പറ്റും. ഉച്ച ടൈമാണ്. അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. കടൽ കയറി കിടക്കുകയാണ്. ഇപ്പോൾ വർക്കല ബീച്ചിൽ കടൽ കയറി കിടക്കുകയാണ്. അത്യാവശ്യം വ്യൂവും കാര്യങ്ങളുണ്ട്. ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷനാണ്. നമ്മളിങ്ങനെ പോകുന്നത് ക്ലിഫിൽ അങ്ങേയറ്റം വരെ നടക്കാനാണ്. നോർമലി ആരും അങ്ങേയറ്റം വരെ നടക്കത്തില്ല. പകുതി വരെ പോയിട്ട് എല്ലാവരും തിരിച്ചു വരാറാണ് പതിവ്. നമ്മൾ അങ്ങേയറ്റം വരെ നടക്കും. ഇന്നത്തെ പരിപാടി ഇതാണ് ഗൈസ്. ക്ലിഫിലേക്ക് എൻട്രി ഇതാണ്. അത്യാവശ്യം അടിപൊളിയാണ്. എന്താടാ അത്യാവശ്യം അടിപൊളി വ്യൂവും കാര്യങ്ങളും. നമ്മൾ അങ്ങറ്റം വരെ നടക്കുകയാണ്. എത്ര ദൂരമുണ്ടോ അത്ര ദൂരം വരെ നടക്കുകയാണ്. നമ്മൾ നോർമലി പോയിട്ടുണ്ട്. പക്ഷേ നോർമലി ബീച്ച് കയറുന്നാലും അങ്ങറ്റം വരെ നടക്കാറില്ല. സോ നമ്മൾ നടക്കുകയാണ്. അങ്ങേയറ്റം വരെ നടക്കുമ്പം അപ്പോൾ എൻഡ് ചെയ്യുന്നത് എന്താണ് വ്യൂ എന്ന് ഞാൻ കാണിച്ചു തരാം. നോർമലി ആരും നടക്കാറില്ല. അടിപൊളി വ്യൂ ആണ് അവിടെ ഉള്ളത്. ഇപ്പോഴത്തെ കണ്ടീഷൻ ഇവിടെ കടൽ കയറി കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കാണിച്ചു തരാം. എൻ്റെ ഇടയ്ക്ക് കുറച്ച് വീഡിയോസ്, കുറച്ച് വിഷ്വലും കാര്യങ്ങളൊക്കെ എടുക്കാം. അതും കാണിച്ചു തരാം. നോർമലി ഇവിടെ നിറച്ചും ഇതേ കണക്ക് കുറേ ഷോപ്പും കാര്യങ്ങളാണ്. അത്യാവശ്യം വിലയും കാര്യങ്ങളാണ്. ഇതേ കണക്ക് ഓരോ കടകളും ഷോപ്പുകളും ഒക്കെയാണ്. അത്യാവശ്യം കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്ന് കോഫിയും കാര്യങ്ങളൊക്കെ കൊടുക്കാം. റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡും കഴിക്കാം, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത്യാവശ്യം അടിപൊളി കഫയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. സീ വ്യൂ റെസ്റ്റോറൻറ്റ്. അത്യാവശ്യം വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് നോക്കിയാൽ. ജൂലേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻറ്റിക് ജൂലേഴ്സ് പോലത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ട്രൈ ചെയ്യാവുന്നതാണ്. അത്യാവശ്യം നല്ല വ്യൂ ആണ്. നിങ്ങൾക്ക് കാണാവുന്നതേ ഉള്ളൂ. അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾ ഇനി അറ്റം വരെ കാണിച്ചാൽ ഇതൊരു ലോങ് വീഡിയോ ആവും. ഇടയ്ക്കിടയ്ക്ക് ഉള്ള പോർഷൻസ് കാണിച്ചു തരാം. ഇതൊരു റിസോർട്ടാണെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കറിയില്ല, കണ്ടിട്ട് റിസോർട്ട് പോലെയാണ് തോന്നുന്നത്. ഇത് വൺ ഓഫ് ദി കഫേയാണ്. ഇവിടുന്ന് അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട്. കണ്ടോ ഗൈസ്, കണ്ടോ ഗൈസ്, അടിപൊളി വ്യൂ ആണ്. അത്യാവശ്യം അടിപൊളിയാണ്. നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് വ്ളോഗിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അത്യാവശ്യം നല്ലൊരു വ്യൂവും കാര്യങ്ങളുള്ള റെസ്റ്റോറൻറ്റുകളൊക്കെയാണ്. എൻ്റെ സൗണ്ട് കൂടുതലാണോ കുറവാണോ എന്ന് ഡൗട്ടുണ്ട്. ഞാൻ പതുക്കെയാണ് സംസാരിക്കുന്നത്. ഇത് എത്രമാത്രം കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. സോ സൗണ്ട് കുറവാണെങ്കിൽ ക്ഷമിക്കുക. വ്യൂവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം എന്തായാലും. ഗൈസ്, എപ്പോൾ കാണിച്ചാലും കയ്യും മുഖത്ത് വെച്ച് നിൽക്കും. ഇതൊക്കെയാണ് ഇവിടുത്തെ ഷോപ്പും കാര്യങ്ങളൊക്കെ. നമുക്ക് വരുമ്പോൾ വിസിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. വിസിറ്റ് ചെയ്യാം. ഗൈസ് എന്താ മുത്തുമണി എന്താ ഗൈസ്, തുണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വാങ്ങണം എന്നുള്ളവർക്ക് വാങ്ങിച്ചിടാം. ബീച്ച് ബസ് പിന്നെ ഓക്കെ. പിന്നെ ഞാൻ എടുക്കുന്ന വീഡിയോയിൽ വല്ല
തെറ്റുപറ്റിയാലും നിങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ പറയുക, ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോസ് കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. എന്തെങ്കിലും വരുമ്പോൾ സൂക്ഷിക്കുക. ഇതേ നമുക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലേസിലൊന്നും ഇറങ്ങി പോകരുത്, അതേ പറയാനുള്ളൂ. ഇത് ഇവിടുത്തെ ഒരു അടിപൊളി റെസ്റ്റോറൻ്റാണ്. നമുക്ക് വന്ന് കഴിക്കാൻ പറ്റിയ അടിപൊളി ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. കഫേ ഇറ്റാലിയൻ അങ്ങനെ തോന്നും. ഓക്കെ ഓക്കെ നോർമലി എല്ലാവരും ഇതുവരെ കുറച്ച് ഇങ്ങനെ നടന്നിട്ട് പകുതി എത്തുമ്പം ക്ഷീണിച്ച് തിരിച്ച് പോകാറാണ് പതിവ്. ആരും അങ്ങേയറ്റം വരെ നടക്കത്തില്ല. സോ നമ്മൾ നടന്ന് കാണിക്കുന്നു. ഞാൻ എടുക്കുന്ന വീഡിയോയിലും കംപ്ലീറ്റ് ഒന്നുമില്ല, കുറേയൊക്കെ നമ്മൾ കട്ട് ചെയ്താണ് കയറുന്നത്. കാര്യം അറിയാലോ, അങ്ങേരെ നടന്ന് വരുമ്പം കുറേ അധികം ലോങ് ആയി പോകും വീഡിയോ. സോ അത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ അത്യാവശ്യം കുറച്ച് വീഡിയോസേ എടുക്കുന്നുള്ളൂ, കുറച്ച് ഷോർട്സുകളൊക്കെ എടുക്കുന്നുള്ളൂ. ഇതൊരു സൺവ്യൂ ബീച്ചാണ്. ഓക്കെ, സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മളിപ്പം ഏകദേശം ക്ലിഫിൻ്റെ ഇങ്ങറ്റം വരെ നടന്ന് എത്തിയില്ല. ഇനി അങ്ങോട്ട് പോകാൻ സ്ഥലമുണ്ട്. പക്ഷേ നമുക്ക് ഇങ്ങറ്റത്ത് എത്തുമ്പോഴേക്കും ഇവിടെ ഇറങ്ങാൻ പറ്റുന്ന ഒരു ബീച്ചുണ്ട്. ഇവിടെ അടിപൊളിയാണ്. ഇവിടെ കടലിൽ കയറി കിടക്കാത്ത ടൈമിൽ ഇവിടെ വന്നാൽ ഇവിടെ കൂടുതൽ ആൾക്കാരും കാണത്തില്ല. നമുക്കിവിടെ ബീച്ച് കളിക്കാനും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഇപ്പം കടലിൽ കയറി കിടക്കുന്ന ഇവിടെ ഇറങ്ങിയാൽ അത്യാവശ്യം നല്ല സീനാവും. ഇനി കുറച്ചുകൂടി അങ്ങോട്ട് പോയാൽ ഇവിടെയൊക്കെ എത്തുമ്പം നമ്മൾ ബ്ലാക്ക് ബീച്ചായി. സംഭവം ബ്ലാക്ക് ബീച്ച് തന്നെ, ബ്ലാക്ക് സാൻഡ് ഉണ്ടോ, ഇതാണ് ബ്ലാക്ക് ബീച്ച് എന്ന് പറയുന്നത്. ബ്ലാക്ക് സാൻഡിന് ഉള്ളതുകൊണ്ടാണ് ഈ ബ്ലാക്ക് ബീച്ച് എന്ന് പറയുന്നത്. ഇനി അങ്ങനെ കുറച്ചുകൂടെയൊക്കെ അങ്ങോട്ട് പോയാൽ ഇവിടെ ബ്ലാക്ക് ബീച്ചായി. നമ്മൾ നമ്മളിവിടെ ഇറങ്ങുന്നില്ല, ഇവിടെ നിന്ന് നേരെ ഇറങ്ങി ബ്ലാക്ക് ബീച്ചിന് ആ ഒരു വ്യൂവിലേക്ക് പോയി കാണിച്ചു തരാം. അതുപോലെ ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അത്യാവശ്യം നല്ല തിരയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം. ബീച്ചിൻ്റെ ഒരു വ്യൂ ആണ് ഗൈസ്. അവിടെ കാണുന്നവ അതൊക്കെ റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഈ റെസ്റ്റോറൻറ്റ് ഉള്ളിൽ കൂടെ ആയിരിക്കും ഇനി അടുത്ത അപ്പുറത്തോട്ട് പോകുന്നത്. കാണിച്ചത് ഈ ഒരു വഴി കൂടെ ആയിരിക്കും പോകുന്നത്. ഇവിടെയൊക്കെ വന്ന് സ്റ്റേ ചെയ്താൽ അടിപൊളിയായിരിക്കും. ഇവിടെ ബീച്ച് വ്യൂയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം അടിപൊളി വ്യൂ ആണ്. ഞാൻ നേരത്തെ കാണിച്ച ബീച്ചാണ് ഇവിടെ കാണുന്നത്. എന്താ ഇവിടെയൊക്കെ അതുപോലെ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബീച്ച് വ്യൂ സ്വിമ്മിംഗ് പൂളാണ്. അത്യാവശ്യം ഞങ്ങൾക്ക് ഇവിടെ ഇപ്പം സീസൺ അല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു ആളൊന്നും ഇല്ലാത്ത. അതുപോലെ ഇതിപ്പോൾ ഒരു മണി എന്താ 3:30-4 മണി ആവാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ ഗൈസ്, ഇത് ഏകദേശം എൻഡിലായി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഏകദേശം ആ ഒരു വാക്ക് വേയുടെ എൻഡിലായി കഴിഞ്ഞു. ഇതിപ്പം ബ്ലാക്ക് ബീച്ചിലോട്ട് പോകുന്ന വഴിയാണ്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ബ്ലാക്ക് ബീച്ചായി. അപ്പോൾ ഗൈസ്, നമ്മൾ ബ്ലാക്ക് ബീച്ചിലോട്ട് കയറാനായിട്ട് പോവുകയാണ്. കയറാനല്ല, നമുക്ക് ഇവിടെ നിന്ന് വ്യൂവും കാര്യങ്ങളും കാണിച്ചു തരാം. ഇവിടെ ഇപ്പം അത്യാവശ്യം നല്ല തിരയും കാര്യങ്ങളാണ്. ബ്ലാക്ക് ബീച്ചിലേക്ക് ഇറങ്ങാനൊന്നും പറ്റത്തില്ല. വ്യൂവും കാര്യങ്ങളും കാണിച്ചു തരാം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇറങ്ങാനുമല്ല വന്നത്, വേറെ കാര്യം. ഇപ്പോൾ ആരും വന്ന് ഇറങ്ങാതിരിക്കുക. ഇത് വീഡിയോ സേവ് ചെയ്ത് വെച്ച് അത് ഇതെല്ലാം ഓക്കെ ആയിട്ട് വന്ന് ഇറങ്ങുക. അപ്പോൾ ഗൈസ്, ഇതാണ് വർക്കല ബ്ലാക്ക് ബീച്ച്. അത്യാവശ്യം നല്ല വ്യൂ ആണ്.